ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഒരു കിഡിലെ 4 മണി പലഹാരമാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഒരൊറ്റ ട്രിപ്പിൽ തന്നെ ഒത്തിരി പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂത്രവും, എന്നാൽ ഇത് നല്ല എഗ് പഫ്സ് ഒക്കെ കഴിക്കുന്നത് പോലെയുള്ളൊരു ടേസ്റ്റൊക്കെയുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്, ഒരു ചായക്കടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് മാവ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1.5 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് ഗോതമ്പ് പൊടി വെച്ചിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല. അപ്പം ഓരോരുത്തർക്ക് ഒക്കെ ഉപ്പിൻ്റെ അളവൊക്കെ ഡിഫറെൻ്റ് അല്ലേ. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇത് ഉണക്കമുളക് ഒന്ന് ചെറുതായിട്ട് ഞാനൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ. നിങ്ങൾക്ക് ഓയിലിന് പകരം നെയ്യാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ല ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ആദ്യം കൈ വെച്ചിട്ട് ഇതൊന്ന് ഈ ഓയിലൊക്കെ നന്നായി ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിതുപോലെ നന്നായിട്ട് ഒന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഞാൻ ഏകദേശം ഒരു 3/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സാധാരണ വെള്ളമാണ്, ചൂടുവെള്ളം എടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് കണക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനതൊന്ന് ചെറുതായിട്ട് ഒരു 5 മിനിറ്റോളം ഞാനത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പാത്രത്തിൽ വെച്ച് കൂട്ടത്തിൽ 1/2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഞാനൊന്ന് മേലൊഴിച്ച് അതൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് തടവി കൊടുത്ത് അങ്ങനെ വെക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ നമ്മുടെ കയ്യിൽ സമയത്തിനനുസരിച്ച് ഇത് വെയിറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ നേരം നമുക്കൊരു കൂട്ട് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബൗളിനകത്തോട്ട് 3 ഉരുളൻകിഴങ്ങ്, ഒരു മീഡിയം സൈസായിട്ടുള്ള ഉരുളൻകിഴങ്ങാണ് പുഴുങ്ങിയിട്ടുള്ളത്, ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൈകൊണ്ട് ഉടയ്ക്കുമ്പം ശരിക്കും നമുക്ക് പ്രോപ്പറായി കിട്ടത്തില്ല കേട്ടോ. കാരണം അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ആക്കി എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഗ്രേറ്ററിൽ ഈ പുഴുങ്ങിയ ഉരുളൻകിഴങ്ങെല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ട് ഗ്രേറ്റായി ഒരുപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്യുമ്പോഴത്തെ പ്രത്യേകത. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അതിനായിട്ട് ആദ്യം ചേർക്കുന്നത് സവോളയാണ്. അത് ഞാനിവിടെ ഒരു 1/2 സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലയാണ്. നിങ്ങൾക്ക് മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പിലയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ചേർക്കുന്നത് പച്ചമുളകാണ്. അത് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചമുളകിന് വലിയ എരിവൊന്നുമില്ല, അതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം ഒന്ന് വറുത്തിട്ട് പൊടിച്ചിട്ടുള്ളതാണത്. പിന്നെ നിങ്ങൾക്ക് ചാട്ട് മസാല ഇഷ്ടമാണെങ്കിൽ ചാട്ട് മസാല ചേർക്കാം. ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ, അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഫ്ലേവറിന് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടിയും കാര്യങ്ങളൊന്നും ചേർക്കണ്ട, ഇത്രയും മസാലകളാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനത്തെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അടുത്തത് നമുക്കൊരു 3 മുട്ട പുഴുങ്ങിയത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എങ്കിലാണ് അത് പ്രോപ്പറായിട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് മുഴച്ച് നിൽക്കും. അത് നിങ്ങൾക്ക് തുടർന്ന് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്ക് ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാനതൊന്ന് കാണിക്കാട്ടോ, മുട്ട എത്രത്തോളം കനം കുറച്ചിട്ടാണ് സ്ലൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കണ്ടോ. ഈ ഒരു രീതിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ മാവ് എന്തായി നോക്കാം. നമ്മുടെ മാവ് 5 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, എന്നിട്ട് പോലും നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിറ്റും കൂടി എക്സ്ട്രാ എടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ പക്ഷെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാനിനി നേരെ തന്നെ ഇതൊന്ന് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കൗണ്ടർ ടോപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൗണ്ടർ ടോപ്പ് നന്നായി ഒന്ന് വൃത്തിയായി തുടച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഒന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്നും കൂടെ ഒന്ന് പരത്തി ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം.
അപ്പോൾ ഇച്ചിരിയും കൂടെ സോഫ്റ്റ് ആവും. പക്ഷെ ഞാനിപ്പോൾ തന്നെ ഇവിടെ ഇതൊരു രണ്ടാക്കിയിട്ടൊന്ന് മുറിച്ച് ഒന്ന് മാറ്റി ഒന്ന് മുറിച്ച് നമ്മൾ പറയില്ലേ, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ചെയ്യാനുള്ളത് ഇതൊന്ന് പരത്താന്നുള്ളതാണ്. അതിനായിട്ട് കുറച്ച് മൈദപ്പൊടിയും കൂടി എടുത്ത് നമുക്ക് ആദ്യം അതൊന്ന് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ തന്നെ. അപ്പോൾ ഇത് ഒത്തിരി കനം കുറച്ചിട്ടല്ല, അന്ന് ഒത്തിരി തിക്നെസ്സിലോ അല്ല, ആ ഒരു രീതിക്കാണ് നമുക്കിതൊന്ന് പരത്തിയെടുക്കേണ്ടത്. അപ്പം ഞാനിത് ഇപ്പം പരത്തിയിട്ട് ഞാൻ കാണിക്കാം അതിൻ്റെ എത്രത്തോളം തിക്നെസ് വേണമെന്നുള്ളത്. അപ്പം ഈ ഒരു രീതിക്കാണ് ഞാൻ പരത്തെടുത്ത് വന്നിട്ടുള്ളത്. ഒത്തിരി കട്ടിയുമല്ല ഒത്തിരി തിന്നുമല്ലാത്തൊരു രീതിയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നമ്മൾ വെച്ചിട്ടുള്ള മാവും കൂടെ ഇതേ വലിപ്പത്തിൽ തന്നെ നമുക്കൊന്ന് പരത്തെടുക്കണം. അങ്ങനെ രണ്ടാമത്തെ ചപ്പാത്തി പോലത്തെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടി ഒന്ന് മേലെ ഒന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ വേണം ഒരു ലെയർ വെക്കാനായിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു മസാല തയ്യാറാക്കിയില്ലായിരുന്നോ, അപ്പോൾ ആ മസാല ഇതേപോലെ ചെറുതാക്കിയിട്ട് ഒന്ന് ഓവൽ ഷേപ്പിലാക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ അത്രയും ഗ്യാപ്പ് ഇട്ടത് എന്നുള്ളത്. ഇനി അടുത്തത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട, അത് ഇതേപോലെ ഒന്ന് വെച്ച് ഒന്ന് അമർത്തി കൊടുക്കണം. അല്ല, ഒത്തിരി നമ്മളിങ്ങനെ അമർത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുഴച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ അത് ആ ഒരു സ്നാക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഇതുപോലെ ഒന്ന് അമർത്തി വെക്കുക. പിന്നെ ഈ ഒരു ഉരുളൻകിഴങ്ങിൻ്റെ ആ ഒരു കൂട്ട് തന്നെ വേണം എന്നൊന്നുമില്ല. നമ്മൾ എഗ് പഫ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മുട്ടയുടെ മസാല ഉണ്ടല്ലോ, സവോള തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ളത്, അത് വെച്ചിട്ടാണെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ നല്ല ഒത്തിരി എണ്ണയൊന്നും ഉപയോഗിക്കാതെ നല്ല തിക്കായി ഒരു ഗ്രേവി ആയിട്ട് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു ചപ്പാത്തി ഇതുപോലെ തന്നെ അല്ലെങ്കിൽ പരത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ മേലെ ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അറ്റങ്ങളെല്ലാം നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക. അതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ട, നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് ഒട്ടി അവിടെ പെർഫെക്റ്റ് ആയിട്ടൊന്ന് സീൽഡ് ആയിക്കോളും. ഇനി നമുക്ക് ഇതൊന്ന് ഓരോന്നായിട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു കട്ടർ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, അത്യാവശ്യം നല്ല ഒരു കുപ്പി എന്ന് പറഞ്ഞ ഒരു വലിയൊരു വായ്വട്ടമുള്ള കുപ്പിയുടെ അടപ്പൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കണ്ടോ, ഇതേ രീതിയിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്നാൽ നമ്മുടെ സൈഡൊക്കെ ഒട്ടിയിട്ടുള്ള രീതിയിൽ ഒട്ടും പുറത്തേക്കൊന്നും പോവാണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സംഭവം ഇവിടെ റെഡിയാക്കി കിട്ടും. ഇത് ഈസിയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കുറച്ച് വലിയതായിട്ട് പരത്താനൊക്കെ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരൊറ്റ ട്രിപ്പിന് ഒരു 7, 8, 9 ഒക്കെ ഇതുപോലത്തെ സ്നാക്കിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ രണ്ടാമതും ഈ ഒരു ഗ്യാപ്പ് ഇട്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിങ്ങനെ വട്ടം എടുക്കാനൊക്കെ കുറച്ചും കൂടെ സൗകര്യം ഉണ്ടാവും. പിന്നെ ഇനി കുറച്ചങ്ങ് കയറി നമ്മൾ മുറിച്ചു എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം മൈദ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചാൽ കഴിഞ്ഞാൽ അതൊന്ന് ഇങ്ങനെ സ്ട്രെച്ച് ആയിക്കോളും. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഇതുപോലെ തന്നെ വീണ്ടും മുറിച്ച് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഇതൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല കുഴിയുള്ളൊരു ചട്ടിയാണ്, അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടായി വന്നിട്ടുമുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിങ്ങനെ വറുത്തെടുക്കുക. എണ്ണ ഒന്ന് മേലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതായി കിട്ടും കേട്ടോ. പിന്നെ ഒത്തിരി നേരം ഇട്ട് ഇതിനെ നമുക്ക് ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ പുറമേ ഒന്ന് ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മതി. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരമൊക്കെ മാറിയൊക്കെ വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊക്കെ വീർത്ത് വരും ചെയ്യും കേട്ടോ. നമ്മൾ ഈസ്റ്റും അങ്ങനെ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി, നല്ല രീതിക്ക് തന്നെ വന്നോളും. അപ്പം ഞാനിത് സെർവിങ് പ്ലേറ്റിനകത്തോട്ട് ഇനി എല്ലാം കൂടെ ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്നാക്ക് ആദ്യത്തെ ബാച്ചാണ് കേട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മേലെ കുറച്ചൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ മേലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, ബൾക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മാത്രമല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വലിയ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, കൊച്ചു കാര്യങ്ങളൊക്കെ മതി. പിന്നെ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റിൽ കൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.